ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ കാറ്റഗറീസ് വൈസ് റിസർവേഷൻ എങ്ങനെയാണെന്നും അതോടൊപ്പം തന്നെ OEC കാറ്റഗറിക്ക് വരുന്ന ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നും പറയുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മോസ്റ്റ്ലി പല കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇൻ കേസ് അത് അറിയത്തില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മാക്സിമം ലെന്ത് കൂട്ടാതെ ഷോർട്ടായിട്ട് പറയാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കേരളത്തിലെ 19 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ്, സെക്കൻഡ് വൺ മുസ്ലിം മൈനോറിറ്റി കോളേജ്, മൂന്നാമതായിട്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ്. അങ്ങനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇതിൽ 7 ക്രിസ്ത്യൻ മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളുണ്ട്, 6 മുസ്ലിം മൈനോറിറ്റി മെഡിക്കൽ കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ 6 നോർമൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ഇന്ന കാറ്റഗറിയിൽ വരുന്ന മെഡിക്കൽ കോളേജുകൾ എന്ന് നമുക്ക് കാണാം. എന്നിട്ട് ഓരോ കോളേജുകളിലെ അല്ലെങ്കിൽ ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് ഓരോ കോളേജിലും എങ്ങനെയാണ് നോർമലി സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ള ചാൻസസും ഓരോ കോളേജിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് എത്രത്തോളം ആണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കോളേജുകളാണ് ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഏതൊക്കെയാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി മെഡിക്കൽ കോളേജുകൾ നോക്കിയാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 7 ഉണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രണ്ടാമതായിട്ട് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, മൂന്നാമത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, നാലാമതായിട്ട് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്, അഞ്ചാമതായിട്ട് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ്, ആറാമതായിട്ട് മൗണ്ട് സിയോൺ, ഏഴാമതായിട്ട് ഡോക്ടർ സോമർവെൽ മെഡിക്കൽ കോളേജ്. അങ്ങനെ 7 ക്രിസ്ത്യൻ മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളാണ് നമുക്കുള്ളത്. ഇനി ഏതൊക്കെയാണ് മുസ്ലിം മൈനോറിറ്റി മെഡിക്കൽ കോളേജുകൾ എന്ന് നോക്കാം. മൊത്തത്തിൽ 6 മുസ്ലിം മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അൽ അസർ മെഡിക്കൽ കോളേജ്, KMCT മെഡിക്കൽ കോളേജ്, കരുണ മെഡിക്കൽ കോളേജ്, ആറാമതായിട്ട് ട്രാവൻകൂർ മെഡിസിറ്റിയാണ് ഉള്ളത്. ഇനി ഈ 2 കാറ്റഗറിയിലും പെടാത്തതായിട്ടുള്ള 6 പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്, രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, മൂന്നാമതായിട്ട് വരുന്നത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, നാലാമതായിട്ട് വരുന്നത് SUT, അഞ്ചാമതായിട്ട് വരുന്നത് DM വയനാട് മെഡിക്കൽ കോളേജ് ആണ്, ആറാമതായിട്ട് വരുന്നതാണ് മലബാർ മെഡിക്കൽ കോളേജ്. ഇങ്ങനെയാണ് നമ്മൾ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനെ മൈനോറിറ്റി ബേസ്ഡ് ആയിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി മെഡിക്കൽ കോളേജ് നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. അതിൽ തന്നെ ഇപ്പോൾ ഓരോ കോളേജിൽ എത്ര സീറ്റ് ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജും ഡോക്ടർ സോമർവെൽ മെഡിക്കൽ കോളേജും ഒഴികെ ബാക്കി എല്ലാ മെഡിക്കൽ കോളേജിലും 100 സീറ്റാണ് വരുന്നത്. ബാക്കി 2 മെഡിക്കൽ കോളേജ്, അതായത് മൗണ്ട് സിയോൺ പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ സോമർവെൽ, ഈ 2 മെഡിക്കൽ കോളേജുകളിലും 150 സീറ്റാണ് വരുന്നത്. ഇങ്ങനത്തെ ഉള്ള മൈനോറിറ്റി കോളേജുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 50% സീറ്റ് എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഈ 50%-ൽ 35% മൈനോറിറ്റി കാറ്റഗറിക്ക്, അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വരുന്ന കുട്ടികൾക്കായിരിക്കും റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ 50%, അതായത് അല്ലെങ്കിൽ ഒരു 50 സീറ്റിൽ 35% അല്ലെങ്കിൽ 35 സീറ്റ് എങ്ങോട്ട് പോകുന്നു? മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് മൈനോറിറ്റി സീറ്റിന് അവകാശമുള്ള കുട്ടികളുണ്ടായിരിക്കുമല്ലോ, അവർക്കായിരിക്കും പോകുന്നത്. അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആരൊക്കെയാണോ നമ്മൾ ഈ ഹീം വഴിയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ, അവർക്ക് ആ സീറ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം അവർക്കത് പോകും. ഇനി ബാക്കിയുള്ള 15% ഉണ്ടായിരിക്കുമല്ലോ ഈ 50%-ൽ, ആ ബാക്കിയുള്ള ഈ 15% എങ്ങനെ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് മെറിറ്റിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആർക്കാണോ അവർക്കായിരിക്കും പോകുന്നത്. അങ്ങനെ ആയിരിക്കും ആദ്യത്തെ 50% വരുന്നത്. അതിനുശേഷം ഒരു 15% ഉണ്ടാവും. ഈ 15% നമ്മൾ എങ്ങോട്ട് പോകും? നമ്മുടെ NRI കോട്ട, അതായത് നമുക്കൊരു NRI സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് അവകാശപ്പെടുന്നതായിരിക്കും ഈ NRI സീറ്റ് എന്ന് പറയുന്നത് 15%. ഈ 15% NRI കോട്ടയിലും പല ക്രിസ്ത്യൻ മൈനോറിറ്റി മെഡിക്കൽ കോളേജിൽ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ തന്നെ കുറച്ച് ശതമാനം
ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന NRI കുട്ടികൾക്കായിരിക്കും കൊടുക്കുന്നത്. ബാക്കി ഓപ്പൺ കാറ്റഗറി, അതായത് NRI കോട്ടയിൽ വരുന്ന ഏത് കുട്ടികൾക്കായിട്ടും കൊടുക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 15% NRI കോട്ടയുണ്ട്. അതില് 8 സീറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ കാറ്റഗറി NRI കോട്ടയാണ്. പ്ലസ് അത് ഏത് കമ്മ്യൂണിറ്റി ആയാലും കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ വരുന്നുണ്ട്. ബാക്കി ഒരു 7% അല്ലെങ്കിൽ 7 സീറ്റ് എന്ന് പറയുന്നത് NRI ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടികൾക്കായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ വരുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ 50% കഴിഞ്ഞു, പിന്നെ അടുത്തത് 15% കഴിഞ്ഞു. അടുത്ത 15% വരുന്നതെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കോട്ട. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വേറെ സ്റ്റേറ്റിലൊക്കെ പോയി പഠിക്കുന്നുണ്ടല്ലോ, തമിഴ്നാട്, കർണാടകയൊക്കെ പോയി നമ്മൾ MBBS പഠിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും വേറെ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതും അവരും ഹീമ വഴി അപ്ലൈ ചെയ്തിട്ടായിരിക്കും അവർ പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 15% കുട്ടികൾക്ക് കുറച്ച് സീറ്റ് നമ്മുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ എല്ലാ കോളേജിലും തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി സീറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടുത്തെ കേസിൽ ബാക്കി വരുന്ന 20% അല്ലെങ്കിൽ 20 സീറ്റ്. ഈ 20 സീറ്റിനായിരിക്കും നമ്മൾ റിസർവേഷൻ വഴി കൊടുക്കുന്നത്. ചിലപ്പോൾ OIC, മുസ്ലിം, ഈഴവ, SC, ST അങ്ങനത്തെ പല കാറ്റഗറി വരുന്നുണ്ടല്ലോ. ആ കാറ്റഗറിക്കെല്ലാം സീറ്റ് കൊടുക്കുന്നത് ഈ ബാക്കി വരുന്ന ഈ 20%-ത്തിലായിരിക്കും, അല്ലെങ്കിൽ 20 സീറ്റിനായിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാനും പണ്ടും ഓർത്തിരുന്നത്, ഇപ്പം നമ്മുടെയൊക്കെ അലോട്ട്മെന്റ് സമയത്ത് ഓർത്തോണ്ടിരുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുമ്പോഴേക്കും 15% NRIക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 85% ഉണ്ട്. ഈ 85%വും നമുക്ക് തന്നെയായിരിക്കും റിസർവേഷൻ വഴിയും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് ജനറൽ റിസർവേഷൻ അങ്ങനെ എല്ലാം കൂടെ വന്നിട്ടായിരിക്കും ഓർത്തോണ്ടിരുന്നത്. പിന്നീടാണ് ഇങ്ങനെ ഒരു മൈനോറിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത്. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ എൻ്റെ സ്കോറും കാര്യങ്ങളും വന്നു, അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എന്നെക്കാളും റാങ്കും മാർക്കൊക്കെ കുറവുള്ള കുട്ടികൾക്ക് ചില കോളേജുകളിൽ കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തത് എന്താ സംഭവം എന്ന് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ നോക്കുമ്പോൾ MM അല്ലെങ്കിൽ AC എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ഒരു പിടുത്തം കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു മുസ്ലിം മൈനോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഓരോ കോളേജുകളിൽ ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ ഇത് കാണുന്ന കുട്ടികൾ നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇങ്ങനെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് മുസ്ലിം മൈനോറിറ്റി കോളേജുകൾ നോക്കാം. ഏതൊക്കെയാണ് മുസ്ലിം മൈനോറിറ്റി കോളേജ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൽ മിക്ക കോളേജുകളിലും, അതായത് അൽ-അസ്സർ, അസീസിയ, കരുണ പോലത്തെ മെഡിക്കൽ കോളേജിൽ 100 സീറ്റും മറ്റ് മെഡിക്കൽ കോളേജ് ബാക്കിയുള്ള 3 മെഡിക്കൽ കോളേജുകളിൽ 150 സീറ്റുകളായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ഇതുപോലത്തെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ MES മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ 150 സീറ്റാണ് വരുന്നത്. ഈ 150 സീറ്റുകളിൽ 75% സീറ്റ് അല്ലെങ്കിൽ 75 സീറ്റ് എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്കാണ്. ഈ 75-ൽ 35% അല്ലെങ്കിൽ 35 സീറ്റ് മൈനോറിറ്റി കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത കുട്ടികൾക്കായിരിക്കും വരുന്നത്. ബാക്കിയുള്ള കുട്ടികൾക്ക്, അതായത് ഈ 75-ൽ 35 പോയിട്ട് ബാക്കി വരുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ് വഴി മുസ്ലിംസിന് കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു മുസ്ലിം ആണെന്ന് വെച്ചോ, ഇപ്പം എനിക്ക് നീറ്റിന് എഴുതിയപ്പോൾ എനിക്കൊരു 620 അല്ലെങ്കിൽ 630 ആ ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്റ്റേറ്റ് മെറിറ്റ് വഴി ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ MES മെഡിക്കൽ കോളേജ് എനിക്ക് കിട്ടാം. പക്ഷേ ഇൻ കേസ് എനിക്കിപ്പം നീറ്റ് എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഒരു 480 ആ ഒരു റേഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ സമയത്ത് എനിക്കൊരു സ്റ്റേറ്റ് മെറിറ്റ് വഴി എനിക്ക് എവിടെ കിട്ടത്തില്ല, MES മെഡിക്കൽ കോളേജ് കിട്ടത്തില്ല. പക്ഷേ ഞാൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രകാരം ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു 480 മാർക്ക് കിട്ടിയാലും എനിക്ക് എവിടെ കിട്ടും, MES മെഡിക്കൽ കോളേജിൽ കിട്ടും. അപ്പൊ അതാണ് ഈ ഒരു 75% വരുന്നത്. ഈ 75% മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് മുസ്ലിംസ് ഉണ്ടാവും, അതല്ലാണ്ട് സ്റ്റേറ്റ് മെറിറ്റ് വഴി അവിടെ കിട്ടുന്ന കുട്ടികളും ഉണ്ടാവും. ബാക്കി 15% എന്ന് പറയുന്നത് NRI കോട്ട. അപ്പൊ ഇതിൽ നമ്മൾ MES മെഡിക്കൽ കോളേജ് നോക്കുകയാണെങ്കിൽ ഈ NRI കോട്ടയിലും ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റിക്ക് ഇത്ര കൊടുക്കണം, അല്ലാത്ത ഓപ്പൺ കാറ്റഗറി ഇന്നയില്ല. എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും, അതായത് NRI കോട്ട നമ്മുടെ MES മെഡിക്കൽ കോളേജ് വരുമ്പോഴേക്കും
അവിടെ ഓപ്പൺ കാറ്റഗറിയാണ്. ഏത് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കായിരിക്കും NRI കോട്ട വഴി കിട്ടും. അത് മുസ്ലിം തന്നെ ആവണമെന്നില്ല, ഏത് കാറ്റഗറി ആയാലും കുഴപ്പമുണ്ടാവത്തില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ശതമാനം എങ്ങനെയായിരിക്കും പോകുന്നത്? നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട, മറ്റ് സ്റ്റേറ്റിലുള്ള കുട്ടികൾ നമ്മളിവിടെ വന്ന് പഠിക്കാൻ വേണ്ടി ആ വഴി ഓൾ ഇന്ത്യ കോട്ട വഴി കയറി വരുന്ന കുട്ടികളുണ്ടായിരിക്കും. അങ്ങനെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്നതായിരിക്കില്ല. അതായത് ഈ 150 ആദ്യത്തെ 75, പിന്നെ അടുത്തുള്ള 15%, പിന്നെ അടുത്തുള്ള 15% പോയി കഴിഞ്ഞ് ലാസ്റ്റ് എത്രയാണോ വരുന്നത് അത്രയായിരിക്കും നമ്മൾ ബാക്കി റിസർവേഷൻ OBC, SC, ST അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അത് തന്നെ നമ്മുടെ KMCT മെഡിക്കൽ കോളേജിൽ നമുക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 35 സീറ്റ് മാത്രമേ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി 23 സീറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മുടെ NRI സീറ്റായിട്ടും ബാക്കി 22 സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയും, ബാക്കി 70 സീറ്റുകൾ നമുക്ക് ഈ മറ്റ് റിസർവേഷന് വേണ്ടി അലോഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല കോളേജുകളിലും ഈ സീറ്റിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ ചില വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഈ 2 കാറ്റഗറിയിൽ വരാത്ത കോളേജ്, അതായത് മൈനോറിറ്റി ലിസ്റ്റിൽ വരാത്ത കോളേജുകളുണ്ട്. 6 പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ ഡിസ്ട്രിബ്യൂഷന് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലാണെങ്കിൽ 150 സീറ്റ് ഉണ്ട്. മലബാർ മെഡിക്കൽ കോളേജിലും PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും 200 സീറ്റ് ഉണ്ട്. പിന്നെ SUTയിൽ 100 സീറ്റും DM വയനാടിൽ 150 സീറ്റും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 150 സീറ്റാണ് ഉള്ളത്. ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിൽ ഒന്നും തന്നെ പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളൊരു റിസർവേഷനോ കാര്യങ്ങളോ അങ്ങനെ തന്നെ ഇല്ല. ഉദാഹരണത്തിന് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ ഒരു 15%, അതായത് ഇപ്പോൾ 200 സീറ്റ് ഉണ്ട്, 200 സീറ്റിൽ ഒരു 30 സീറ്റ് എന്ന് പറയുന്നത് NRI സീറ്റായിട്ടായിരിക്കും പോകുന്നത്. അതായത് NRI സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടി അത് ഇന്ന കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അങ്ങനെ ഒന്നുമില്ല. ആരൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ടോപ്പ് റാങ്ക് വരുന്നവർക്കായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു 30 സീറ്റ്. അടുത്ത് വരുന്ന വെച്ചാൽ ഓൾ ഇന്ത്യ കോട്ട. അപ്പൊ അത് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി ഒരു 30 സീറ്റ് ഉണ്ടായിരിക്കും. ബാക്കി 140 സീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് വഴി വരുന്ന ജനറൽ കാറ്റഗറി ഉണ്ടായിരിക്കും. OBC കാറ്റഗറിയിൽ തന്നെ ഈഴവ, അതുപോലെ തന്നെ മുസ്ലിം, ബാക്ക്വേർഡ്, ഹിന്ദു അങ്ങനത്തെ ഉള്ള കാറ്റഗറി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ SC, ST അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിക്കുമായിട്ടായിരിക്കും 140 സീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് റിസർവേഷന് കാര്യങ്ങളില്ല. അതുപോലെ തന്നെ ഇപ്പൊ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അവിടെ 150 സീറ്റുകളാണ് അലോഡ് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ ആദ്യത്തെ 23 സീറ്റ് എന്ന് പറയുന്നത് NRI സീറ്റായിട്ടും അടുത്തൊരു 23 സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയായിട്ടും ബാക്കി വരുന്ന 104 സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് റിസർവേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ മൈനോറിറ്റി മെഡിക്കൽ കോളേജുകളിൽ ഒന്നിലും തന്നെ EWS കാറ്റഗറിക്ക് ഒരു റിസർവേഷൻ ഉണ്ടാവത്തില്ല. അവരെ ജസ്റ്റ് ഒരു ജനറൽ എന്ന രീതിയിൽ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അല്ലാണ്ടുള്ളൊരു റിസർവേഷനും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവത്തില്ല. അതല്ലാണ്ട് ഇതിൽ വരാത്ത 6 പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അതായത് PK ദാസ്, ശ്രീഗോകുലം, ശ്രീനാരായണ അങ്ങനത്തെ ഉള്ള മെഡിക്കൽ കോളേജിൽ EWS കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഈവൻ ഇപ്പൊ ഞാൻ പഠിക്കുന്ന മെഡിക്കൽ കോളേജ് ആയാലും, അതായത് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലാസ്റ്റ് ഇയർ EWS കാറ്റഗറി ഉള്ള കുട്ടികളിൽ 551, 558, ഈവൻ 448 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ. അപ്പം ഈ വർഷം നമുക്കറിയാം നല്ല രീതിയിൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കൂടും. എന്നാലും ഞാൻ പറയാണ് 448 വരെ നമുക്ക് സ്കോർ EWSന് വന്ന കുട്ടികൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം EWS കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അതൊരു ആശ്വാസമാണ് ഈ ഒരു 6 പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടാനുള്ള ചാൻസ് അവിടെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയാണ് കാറ്റഗറി വൈസ് റിസർവേഷൻ നമ്മുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അപ്പം അതിനെപ്പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾക്കുള്ള സംശയമാണ്, OEC എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, അവർക്ക് ഉണ്ടാകുന്ന ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് സംശയം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് OEC എന്ന് പറയുന്ന കാറ്റഗറി വഴി നമുക്ക് ഒരു ഫീസിന്റെ ഇളവുണ്ടെങ്കിൽ നമുക്ക് അലോട്ട്മെന്റ് കാര്യങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ആയാലും ഒരു പ്രൈവറ്റ് ആയാലും ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീസിന്റെ സ്ഥലത്ത് 0 എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ OEC റിസർവേഷൻ പ്രകാരം നമുക്ക് ഫീസ് ഒന്നും അടയ്ക്കണ്ട. ഈ ഫീസ് അടയ്ക്കണ്ട മീൻസ് നിങ്ങൾ ട്യൂഷൻ ഫീസ് അടയ്ക്കണ്ട എന്നാണ് അർത്ഥം. അതായത് ഇപ്പോൾ ഗവൺമെന്റിലും കാര്യങ്ങളാണെങ്കിൽ ഗവൺമെന്റിൽ ഏകദേശം ഒരു വർഷം 25,000 ആ ഒരു റേഞ്ച് ഒക്കെയാണ് വരുന്നത്.
പ്രൈവറ്റിലാണെങ്കിൽ ഒരു 7, 7.5, 8 ആ ഒരു റേഞ്ചിലാണ് എന്ത് പറയുക നമ്മൾ ട്യൂഷൻ ഫീസ് വരുന്നത്. ആ ഫീസ് നമ്മൾ അടയ്ക്കണ്ട എന്നാണ് അർത്ഥം. പിന്നെ നമുക്കറിയാം ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ട്യൂഷൻ ഫീസ് മാത്രമല്ല വരുന്നത്, അതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട്? ഹോസ്റ്റൽ ഫീസ് ഉണ്ടാകും, സ്പെഷ്യൽ ഫീസ് ഉണ്ടാകും. ഈ ഹോസ്റ്റൽ ഫീസ് ആയാലും അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് ആയാലും അത് നമ്മൾ അടയ്ക്കണം. അതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ സ്പെഷ്യൽ ഫീസ് എത്രയാണ്, ഹോസ്റ്റൽ ഫീസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അവിടെ ഏകദേശം അവരുടെ ഹോസ്റ്റൽ ഫീസ് വരുന്ന ഒരു 90,000 രൂപയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഫീസ് വരുന്ന ഒരു 60,000 രൂപയാണ്. അപ്പം ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 ലക്ഷം. അപ്പം ഈ OEC സ്റ്റുഡൻസിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിൽ ആകെ വരുന്ന ചെലവ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയായിരിക്കും, ഹോസ്റ്റൽ ഫീസ് പ്ലസ് സ്പെഷ്യൽ ഫീസ്. അതേ സമയത്ത് ഇപ്പോൾ PK ദാസിലാണ് കിട്ടുന്നതെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്, അവിടുത്തെ ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പം മൊത്തത്തിൽ 3 ലക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ട്യൂഷൻ ഫീസ് ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ള ചിലവുകൾ, അതായത് ഹോസ്റ്റൽ ഫീസ്, സ്പെഷ്യൽ ഫീസ്, പിന്നെ അതല്ലാണ്ട് നമ്മുടെ ബുക്സും കാര്യങ്ങളും അങ്ങനെയുള്ള ചിലവുകളുണ്ടല്ലോ, അതെല്ലാം നമ്മുടെ തന്നെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ഫീസും ഹോസ്റ്റൽ ഫീസും എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ കോളേജ് അനുസരിച്ച് മാറും. ഇപ്പം നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസും സ്പെഷ്യൽ ഫീസും അധികം ഫീസ് ഇല്ലാത്തൊരു കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ആ എമൗണ്ട് കുറയും. ഇൻ കേസ് അത്യാവശ്യം ഹോസ്റ്റൽ ഫീസും സ്പെഷ്യൽ ഫീസും കൂടുതലായിട്ടുള്ളൊരു കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടും. അപ്പോൾ ഏകദേശം ഒരു 1.5 to 3 ലക്ഷം ഈ ഒരു റേഞ്ചിൽ വെക്കുന്നതായിരിക്കും സേഫ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ കരുതി വെക്കണം, അല്ലാണ്ടുള്ള ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഫീസ് ഉണ്ടല്ലോ, അതായത് 1.5 ലക്ഷം തൊട്ട് ഒരു 3 ലക്ഷം വരെ എന്ന് പറഞ്ഞ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് നമ്മൾ പെർ ഇയർ ഓരോ ഇയർ നമ്മൾ അടയ്ക്കണം. അല്ലാണ്ട് എൻ്റെതായിട്ട് അതായത് 5 വർഷം ഫുള്ളായിട്ട് വരുന്ന ഒരു ഫീസല്ല, ഓരോ വർഷം വരുന്ന നമുക്ക് ചിലവായിരിക്കും ഈ ഒരു സ്പെഷ്യൽ ഫീസും ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ OEC സ്റ്റുഡൻസ് അവർക്കൊരു സീറ്റ് കിട്ടുന്നത് NRI കോട്ട വഴിയോ അല്ലെങ്കിൽ ഒരു മൈനോറിറ്റി കാറ്റഗറി വരെയാണ് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട്, അതായത് ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഫുൾ എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് ഫീസിനൊരു റിഡക്ഷൻ ഉണ്ടാവത്തില്ല. അതല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സീറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റൽ ഫീസ്, സ്പെഷ്യൽ ഫീസ് മാത്രമേ നിങ്ങൾക്ക് മതിയാവത്തുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവർക്കും ബൈ.